ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 16, ദ മെട്രിസസ് ബിലോ ആർ റോ ഈക്വലന്റ്. നമുക്കിവിടെ രണ്ട് മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. രണ്ടിന്റെയും ഓർഡർ അല്ലെങ്കിൽ സൈസ് ഒരേ സൈസ് ആണ്. ഈ രണ്ട് മെട്രിക്സ് എന്താണ്? റോ ഈക്വലന്റ് ആണ്. അതിന്റെ മീനിങ് ഇതാണ്: എനെ നമ്മൾ റോ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്നുള്ള മെട്രിക്സ് കിട്ടും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് റാങ്ക് ഓഫ് എ ആൻഡ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ. ഈ മെട്രിക്സ് എന്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുക, അതേപോലെ എയുടെ നൾ സ്പേസിന്റെ ഡയമെൻഷനും ഫൈൻഡ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് എയുടെ റാങ്ക് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എയുടെ പിവോട്ട് കോളംസിന്റെ എണ്ണം ഫൈൻഡ് ചെയ്താൽ മതി. നമുക്ക് എയുടെ പിവോട്ട് കോളംസിന് പകരം നമുക്ക് ബിയുടെ പിവോട്ട് കോളംസ് ഫൈൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. കാരണം ബി എന്താണ്? റോ റെഡ്യൂസ്ഡ് ഫോമിലാണ് ഉള്ളത്. അപ്പൊ നോക്കൂ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ പിവോട്ട് കോളംസ് കൗണ്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക. അതിന് താഴേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പൊ ഈ 1 എന്നുള്ളത് എന്താണ്? ഒരു പിവോട്ട് എലമെന്റ് ആണ്. ആ പിവോട്ട് എലമെന്റ് ഉള്ളത് ഏത് കോളത്തിലാണ് നോക്കുക. ഇത് ഫസ്റ്റ് കോളത്തിലാണുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് കോളം എന്താണ്? ഒരു പിവോട്ട് കോളമാണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? സെക്കൻഡ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക. അതിന് താഴേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പൊ ഈ 3 എന്നുള്ള എലമെന്റ് ഒരു പിവോട്ട് എലമെന്റ് ആണ്. അതുള്ള കോളം ഒരു പിവോട്ട് കോളമാണ്. അപ്പൊ ഈ 3 എന്നുള്ളത് സെക്കൻഡ് കോളത്തിലാണുള്ളത്. അപ്പൊ സെക്കൻഡ് കോളം ഒരു പിവോട്ട് കോളമാണ്. ഇനി നമ്മൾ തേർഡ് റോ എടുക്കുക. തേർഡ് റോയില് കംപ്ലീറ്റ് എലമെന്റ്സ് സീറോ ആണ്. ഫോർത്ത് റോ കംപ്ലീറ്റ് എലമെന്റ്സ് സീറോ ആണ്. അപ്പൊ ഇനി അവിടെ പിവോട്ട് എലമെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് രണ്ട് പിവോട്ട് കോളംസ് കിട്ടി, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ രണ്ടായിരിക്കും എന്ത് നമ്മുടെ എ എന്നുള്ള മെട്രിക്സിന്റെ റാങ്ക് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയുടെ സൈസ് എന്താന്ന് നോക്കാം. നോക്കൂ, ഇവിടെ 4 റോ ഉണ്ട്, 5 കോളം ഉണ്ട്. എന്ന് പറയുമ്പോൾ 4/5 മെട്രിക്സ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോളംസിന്റെ എണ്ണം ശ്രദ്ധിക്കുക. 5 കോളംസ് ഉണ്ട് ഇവിടെ. എന്താ പറയുക? നമ്മള് m/n എന്നാണല്ലോ നമ്മൾ മെട്രിക്സിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ എഴുതുക. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? 5 ആണെന്ന് പറയുമ്പോൾ കോളംസിന്റെ എണ്ണം 5 ആണ്. നമുക്ക് റാങ്ക് തിയറം നമുക്കറിയാം. റാങ്ക് തിയറം എന്താണ് പറയുന്നത്? ഒരു മെട്രിക്സിന്റെ റാങ്കും നൾ സ്പേസിന്റെ ഡയമെൻഷനും കൂടെ കൂട്ടിയാൽ കോളത്തിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് എയും ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ കൂടെ കൂട്ടിയാല് കോളത്തിന്റെ എണ്ണമായിട്ടുള്ള n-ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ ഇതിൽ കൊടുത്തു നോക്കാം. നോക്കൂ, നമുക്ക് റാങ്ക് ഓഫ് എ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. കാരണം 2 പിവോട്ട് കോളംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ റാങ്ക് ഓഫ് എ 2 ആണ്. നമുക്ക് ഇവിടെ 2 പുട്ട് ചെയ്യാം. 2 പ്ലസ് ഇവിടെ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. is equal to കോളത്തിന്റെ എണ്ണം n 5 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നോക്കൂ, ഈ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാം. ഇവിടെ 5 ഉണ്ട്. ഈ പ്ലസ് 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -2 ആകും. എന്ന് പറയുമ്പോൾ നമുക്ക് 5 - 2 3 എന്ന് കിട്ടും. അപ്പൊ എയുടെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ എത്രയാണ്? 3 എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ ആൻഡ് റോ സ്പേസ് ഓഫ് എ. കോളം സ്പേസ് ഓഫ് എന്റെയും റോ സ്പേസ് ഓഫ് എന്റെയും ബേസിസ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കോളം സ്പേസ് ഓഫ് എയുടെ ബേസിസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പിവോട്ട് കോളംസ് ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം ഇവിടെ ഫസ്റ്റും സെക്കൻഡും ആണ് പിവോട്ട് കോളംസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് ബി എന്നുള്ള മെട്രിക്സിലെ പിവോട്ട് കോളംസ് ആണല്ലോ. ഇനി ഈ എനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബി കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്റെ പിവോട്ട് കോളംസ് ഫൈൻഡ് ചെയ്യാൻ ബിന്റെ പിവോട്ട് കോളംസിന്റെ പൊസിഷൻസ് നോക്കാം. അത് ഫസ്റ്റും സെക്കൻഡും ആണ്. അപ്പൊ എന്റെയും ഫസ്റ്റും സെക്കൻഡും ആയിരിക്കും എന്ത്? പിവോട്ട് കോളംസ് വരുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എയുടെയും ഈ ഫസ്റ്റും സെക്കൻഡും ആയിട്ടുള്ള പിവോട്ട് കോളംസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അത് കോളം സ്പേസ് ഓഫ് എയുടെ ഒരു ബേസിസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ദ പിവോട്ട് കോളംസ് ഓഫ് എ ആർ ദ ഫസ്റ്റ് 2 കോളംസ്. ഫസ്റ്റ് 2 കോളംസ് ആണ് എയുടെ പിവോട്ട് കോളംസ്. സോ എ ബേസിസ് ഫോർ കോളം സ്പേസ് ഓഫ് എ ഈസ്, നമുക്ക് എയുടെ ഒരു കോളം സ്പേസിന്റെ ഒരു ബേസിസ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? A1 A2. നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോളത്തിന് A1 ഉം സെക്കൻഡ് കോളത്തിന് A2 എന്നും പേര് കൊടുക്കുക. ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും നമ്മൾ ഒരു സെറ്റ് ആക്കി നിർത്തുക. ഇതായിരിക്കും നമ്മുടെ എയുടെ കോളം സ്പേസിന്റെ ബേസിസ്. നെക്സ്റ്റ് നമുക്ക് റോ സ്പേസ് ഓഫ് എയുടെ ബേസിസ് ഫൈൻഡ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് എയുടെ റോ സ്പേസിന്റെ ബേസിസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എനെ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ് ബി എടുക്കുക.
ബിയുടെ സീറോ അല്ലാത്ത റോസ് എടുക്കുക. സീറോ അല്ലാത്ത റോസ് എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ ആ റോ ഒരു സീറോ റോ ആണ്. നോക്കൂ, ഇതിൽ എല്ലാ എലമെന്റ്സും സീറോ ആണ്, അടുത്ത റോയിലും എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പൊ ഇത് രണ്ടും സീറോ റോസ് എന്നാ പറയാം. ഒരു എലമെന്റ് എങ്കിലും സീറോ അല്ലാത്ത റോ ഉണ്ടെങ്കിൽ അത് നോൺ സീറോ റോ ആണ്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് നോൺ സീറോ റോസ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് നോൺ സീറോ റോ ആയിരിക്കും എന്ത്, നമ്മുടെ എ എന്നുള്ള മെട്രിക്സിന്റെ റോ സ്പേസിന്റെ ബേസിസ്. അപ്പൊ നമ്മൾ എ എന്നല്ല എടുക്കേണ്ടത്, എനെ റെഡ്യൂസ് ചെയ്ത് കിട്ടിയ ബി എന്നുള്ള മെട്രിക്സിന്റെ സീറോ അല്ലാത്ത റോസ് ആയിരിക്കും എന്ത്, എയുടെ റോ സ്പേസിന്റെ ബേസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു പെർഫോം ടു ഫൈൻഡ് എ ബേസിസ് ഫോർ നൾ സ്പേസ് ഓഫ് എ? നൾ സ്പേസ് ഓഫ് എയുടെ ബേസിസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. For null space of A, the next step is to perform row operations on B to obtain the reduced echelon form of A. നമ്മളിവിടെ എനെ റെഡ്യൂസ് ചെയ്ത സമയത്താണ് നമുക്ക് ബി കിട്ടിയത്. ഓക്കെ, ഇത് നമ്മൾ എന്റെ എക്ലോൺ ഫോം എന്ന് പറയാം. ഓക്കെ, എയുടെ എക്ലോൺ ഫോം ആണ് ബി. ഇനി ബിനെ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എയുടെ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം കിട്ടും. ഓക്കെ, ഇനി എയുടെ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? അതിന് നൾ സ്പേസ് ഓഫ് എയുടെ ബേസിസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പിവോട്ട് കോളംസ് ആർ ഇൻ എ റോ എക്ലോൺ ഫോം ഓഫ് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിന്റെ റോ എക്ലോൺ ഫോമിൽ എത്ര പിവോട്ട് കോളംസ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ by the rank theorem, because column space of A transpose equal to row space of A. നമ്മൾ മനസ്സിലാക്കേണ്ടത് റാങ്ക് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും റോ സ്പേസ് ഓഫ് എയും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് എ എന്നുള്ള മെട്രിക്സിന്റെ റോ സ്പേസ് എന്താണോ അത് തന്നെ ആയിരിക്കും എ ട്രാൻസ്പോസിന്റെ കോളം സ്പേസ്. അത് രണ്ടും സെയിം ആയിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എയുടെയും എയുടെ ട്രാൻസ്പോസിന്റെയും റാങ്കുകൾ സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? സോ എ ട്രാൻസ്പോസ് ഹാസ് ടു പിവോട്ട് പൊസിഷൻസ്. എ ട്രാൻസ്പോസിന് രണ്ട് പിവോട്ട് പൊസിഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു എയുടെ റാങ്ക് എത്രയാണ്? 2 ആണ്. അതെങ്ങനെയായിരുന്നു? എക്ക് രണ്ട് പിവോട്ട് കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എയുടെ റാങ്ക് 2 ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ റാങ്ക് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ എ ട്രാൻസ്പോസിന്റെ റാങ്ക് 2 എന്ന് പറഞ്ഞ മീനിങ് എ ട്രാൻസ്പോസിന്റെ രണ്ട് പിവോട്ട് പൊസിഷൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? So A transpose has two pivot positions.